Ambi here. Well, I've repeatedly told you not to worry me with all this petty business. Understand? Yes. All right. Okay, call me back later. സരോജം, നീ ഇവിടെ? നവദമ്പതികൾക്ക് മംഗളാശംസകൾ അർപ്പിക്കാൻ. അതിഥികളെ ഞാൻ ആരെയും ക്ഷണിച്ചിട്ടില്ല. ബന്ധുക്കളെയോ? നിനക്കിവിടെ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല അല്ലേ? ഇല്ല, നിനക്കിവിടെ ഒരു ബന്ധവുമില്ല. പക്ഷെ തമ്പി, മനസാക്ഷി ഒന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറയൂ, എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. മറ്റൊരു സ്ത്രീയും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. മറ്റൊരു സ്ത്രീയും നിങ്ങൾ ഇതുപോലെ വിശ്വസിച്ചിരിക്കില്ല. വിശ്വസിച്ചപ്പോൾ എന്ത് പറ്റി? എന്നെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് 100 പ്രാവശ്യം സത്യം ചെയ്ത ശേഷമാണ് എന്റെ ചാരിത്രം ഞാൻ നിങ്ങൾക്ക് അടിയറ വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഞ്ചിച്ചു. സരോജം, എന്റെ കിടപ്പുമുറിയിൽ വന്നിട്ടുള്ള സ്ത്രീകളെയെല്ലാം ഞാൻ ഭാര്യമാരാക്കിയിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന എല്ലാ സ്ത്രീകളും എന്റെ ഭാര്യമാരാകുമായിരുന്നു. പക്ഷെ തമ്പി, ഞാൻ ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ നിങ്ങളാണ്. അത്രേ ഉള്ളൂ. അതിന് നിനക്ക് എത്ര പണം വേണം? നിങ്ങളുടെ പണം? സ്ത്രീയുടെ ചാരിത്രത്തെ പണം കൊടുത്ത് വാങ്ങാമെന്നോ? നിർത്തും മിസ്റ്റർ തമ്പി. നിങ്ങൾ വഞ്ചിച്ച മറ്റു സ്ത്രീകളെ പോലെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ ജീവിക്കും. എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുട്ടിയെ ഞാൻ വളർത്തും. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്ത്രീയുടെ ചാരിത്രത്തെ പുല്ലുപോലെ പന്താടുന്ന നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ശിക്ഷ അനുഭവിക്കും. തീർച്ച. ശീലാവതി. എന്താണിത്? ആരാണിത്? ഓ, നമ്മുടെ ഫാക്ടറിയിലെ ഒരു തൊഴിലാളിയാ. കൊടുത്ത കൂലി പോരെന്നും പറഞ്ഞ് വഴക്ക് വന്നിരിക്കും. കവന്നാലും ഇവരുടെ മോനെ കാണാനില്ലല്ലോ. എവിടെ പോയി മോനെ? വരുന്നുണ്ട്. അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? അമ്മേ, എന്നെ ഒരു ഉദ്യോഗസ്ഥനാക്കാൻ കരിങ്കല്ല് ചുമന്ന എന്റെ അമ്മയ്ക്ക് ഒരു ദിവസത്തെ വിശ്രമം നൽകാൻ പോലും ഈ മകന് കഴിഞ്ഞില്ല. അമ്മയുടെ ആഗ്രഹം സാധിച്ചമ്മേ. എനിക്ക് ഇന്റർവ്യൂ കാർഡ് കിട്ടിയമ്മേ. അമ്മേ, 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 അമ്മേ. എന്നെ കൊല്ലരുത് മുതലാളി, എന്നെ കൊല്ലരുത്.
കൊല്ലരുത്. നീ ജീവിച്ചിരുന്നോണ്ടുള്ള പ്രയോജനം? എന്നെ കൊല്ലരുത് മുതലാളി, എന്നെ കൊല്ലരുത്. ഒരിക്കൽ തെറ്റ് ചെയ്ത നിന്നെ ഈ കള്ളക്കടത്തിന് ആവശ്യമില്ല. ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് നീ മരിക്കണം. ഈ ഒരു പ്രാവശ്യം എനിക്ക് മാപ്പ് തരണം മുതലാളി. ഇന്നുവരെ ഞാൻ ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല. Come on, hands up. Correct. Now. എവിടെ പോയാ പറഞ്ഞ തുറന്നിട്ട് Francis, you don't seem to be very keen about the cleanliness of the factory, Yasin. Sorry, sir. It's not the matter of being sorry. Yes. See that everything's cleaned up. Yes, sir. Come along, Joseph. Good, hello. Well, I'll be late for dinner tonight. Yeah. Come along, Joseph. Joseph, we are going to have a nice dinner tonight. Joseph, വരാൻ പറയൂ. Yes. I told you not to worry me with these petty complaints. Go jump in the lake. Sir. Joseph. Sir. വയനാട്ടിലേക്ക് അയക്കാനുള്ള ലോറി റെഡിയായോ? Ready, sir. ഡ്രൈവറായിട്ട് കാദറിനെയും ക്ലീനറായിട്ട് കിട്ടുനെയും അയക്കണം. Yes, sir. കൃത്യം 10:30 ഇവിടെ നിന്ന് പുറപ്പെടണം. യു മേ ഗോ നൗ. Sir. ഹലോ. സർ, സിംഗപ്പൂരിൽ നിന്ന് മിസ്റ്റർ ഹാരിസിന്റെ ട്രങ്കോൾ വന്നിട്ടുണ്ട്. കൊടുക്കട്ടെ? Connect me up. Hello, Mr. Harrison. How are you? Well, I'm just fine. Well, the ship will be arriving at Singapore by this evening, and tomorrow by this time, your cargo will be at your godowns safely. Yeah, and probably I'll be coming to Singapore by next week. Yeah. Please arrange a room for me at Hotel Hilton's. That's right, Hilton's. Yeah. Fine, thank you. That's right. All right. Hello, darling. എപ്പോഴും തിരക്കാണ്. അല്പമെങ്കിലും വിശ്രമിച്ചുകൂടെ? വിശ്രമിച്ചാൽ ഇവിടെ ആരുണ്ട്? നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ? ഞാനാണ് ഭാഗ്യദോഷി. നമ്മളെ സഹായിക്കാൻ നമുക്കൊരു മകനില്ലാതെ പോയല്ലോ. Naughty, naughty. Excuse me, sir. Yes. 10 മണിക്ക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട്. Oh, I'm sorry. Well, I'll be right in time. Go ahead. Come on, darling.